ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ച് എംഎൽഎ AP അനിൽകുമാർ കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകി ജീവനക്കാരൻ ബാലു. ജാതി വിവേചനത്തിനെതിരെ SNDP യോഗം യൂത്ത് മൂവ്മെന്റ് മാർച്ച് നടത്തി. വേനൽ ചൂടിന് ആശ്വാസമേകി ജില്ലയിൽ പരക്കെ മഴ. ഒറ്റമഴയിൽ ദേശീയപാത ആമ്പല്ലൂർ വെള്ളക്കെട്ടിലായി. ശക്തമായ കാറ്റിൽ ചേർപ്പിൽ 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വെള്ളിക്കുളങ്ങരയിൽ മിന്നലിൽ തെങ്ങ് കത്തി. വലിയേക്കര മണലിയിൽ തണ്ണീർത്തടം നികത്തൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. വേലൂർ തയ്യൂരിലെ മൈലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും മണ്ണെടുപ്പ്. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ഷോപ്പിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തുരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസ് ആണ് അറസ്റ്റിലായത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാനേജിംഗ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകി ബാലു. ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് കത്ത് കൈമാറിയത്. മാനേജിംഗ് കമ്മിറ്റിക്ക് അഡ്മിനിസ്ട്രേറ്റർ വഴിയാണ് കത്ത് കൈമാറിയത്. ഇതേസമയം കൂടൽമാണിക്യം വിഷയം AP അനിൽകുമാർ MLA നിയമസഭയിൽ ഉന്നയിച്ചു. പരാതി നൽകിയവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നും ശുദ്ധികലശം ചെയ്തത് അങ്ങേയറ്റം തെറ്റാണെന്നും അനിൽകുമാർ ഉന്നയിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ SNDP യോഗം യൂത്ത് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ മാർച്ച് യോഗം കൌൺസിലർ PK പ്രസന്നൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കൂടൽമാണിക്യം ക്ഷേത്രനടയിൽ നടത്തിയ ധർണ യോഗം കൌൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മാർച്ചിന് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് K ദിനേശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം നിവിൻ ചെറാക്കുളം, യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് ചെയർമാൻ KR റജിൽ എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ഈ ക്ഷേത്രത്തെ കുറിച്ച് ഭരതനെ കുറിച്ച് നമ്മൾ വായിക്കപ്പെടുമ്പോൾ സിംഹാസനം കിട്ടിയപ്പോൾ അദ്ദേഹം സഹോദരന്റെ പാദവും കൊണ്ടെന്ന് അതിൽ സിംഹാസനത്തിൽ ചൂടിന് ആശ്വാസമേകി ജില്ലയിൽ പരക്കെ മഴ പെയ്തു. മിക്കയിടങ്ങളിലും കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയാണ് ലഭിച്ചത്. വേനൽ മഴ പെയ്തത് കനത്ത ചൂടിന് ആശ്വാസമായി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് പ്രദേശത്ത് വ്യാഴാഴ്ച മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും ചേർപ്പ് പെരുമ്പിള്ളിശ്ശേരി പാടത്ത് 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ചേർപ്പ് ചൊവ്വൂർ മെയിൻ ഫീഡറുകളിലെ പോസ്റ്റുകളാണ് വീണത്. ഈ ഫീഡറുകളുടെ പരിധിയിൽ വരുന്ന വല്ലച്ചിറ, ചൊവ്വൂർ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. ഒറ്റമഴയിൽ ദേശീയപാത ആമ്പല്ലൂർ വെള്ളക്കെട്ടിലായി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡും കാനകളും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ വെള്ളം ഒഴുകിപ്പോകുവാൻ സാധിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കി. കാൽനട യാത്രക്കാരെയും വെള്ളക്കെട്ട് ബാധിച്ചു. വെള്ളിക്കുളങ്ങരയിൽ ശക്തമായ ഇടിമിന്നലിൽ തെങ്ങ് കത്തി. വെള്ളിക്കുളങ്ങര പെട്രോൾ പമ്പിന് സമീപത്തുള്ള കാവുങ്ങൽ ഫ്രാൻസിസിന്റെ പറമ്പിലെ തെങ്ങാണ് മിന്നലിൽ കത്തിയത്. വേനൽ മഴയിൽ ദേശീയപാത മുരിങ്ങൂർ കോട്ടമുറിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. ചെമ്പകശ്ശേരി ഹരിദാസ്, ചെമ്പകശ്ശേരി പുഷ്പാകരൻ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം ഒഴുകിയെത്തിയത്. വീടിനോടനുബന്ധിച്ചുള്ള കടമുറികളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. കാന അടഞ്ഞുപോയതാണ് വെള്ളം വീടുകളിൽ കയറാൻ കാരണം. വലിയേക്കര മണലിയിൽ തണ്ണീർത്തടം വ്യാപകമായി മണ്ണിട്ട് നികത്തിയത് നെന്മണിക്കര വില്ലേജ് ഓഫീസർ എത്തി സ്റ്റോപ്പ് മെമ്മോ നൽകി. മണലിയിൽ പഴയ ദേശീയപാതയോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് അനധികൃതമായി മണ്ണിട്ട് നികത്തിയത്. RDOയ്ക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് നെന്മണിക്കര വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ആമ്പല്ലൂരിലെ സ്വകാര്യ വ്യക്തിയുടേതാണ് ഭൂമി. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപകരാർ എടുത്ത കമ്പനി ഈ സ്ഥലം വാങ്ങുന്നതിനായി കരാർ നടത്തിയിരുന്നതായി വില്ലേജ് അധികൃതർ പറഞ്ഞു. ഈ സ്ഥലത്ത് ആരാണ് തണ്ണീർത്തടം നികത്തിയതെന്ന അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥർ. സർക്കാർ ഓഫീസുകൾ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു മണ്ണിട്ട് നികത്തൽ നടന്നത്. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് ടോറസ് ലോറികളിൽ എത്തിച്ച ലോഡ് കണക്കിന് മണ്ണ് ഉപയോഗിച്ചാണ് തണ്ണീർത്തടം നികത്തിയിട്ടുള്ളത്. എന്നാൽ അടിപ്പാത നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് സൂക്ഷിക്കാൻ വേണ്ടി കൂട്ടിയിട്ടതാണെന്നാണ് വില്ലേജ് ഓഫീസർക്ക് ലഭിച്ച വിവരം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയ വില്ലേജ് അധികൃതർ തണ്ണീർത്തടം പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടിയെടുക്കണമെന്ന റിപ്പോർട്ട് RDOയ്ക്ക് സമർപ്പിച്ചു. ദേശീയപാതയോരത്ത് അടുത്തിടെയായി വ്യാപകമായി തണ്ണീർത്തടം നികത്തിയത് ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും മണ്ണെടുപ്പ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ മണ്ണെടുപ്പ് തടഞ്ഞു. വേലൂർ 2ാം വാർഡായ മയിലാടിക്കുന്നിലാണ് പഞ്ചായത്തിന്റെ അനുമതിയോടെ സ്വകാര്യ വ്യക്തി മണ്ണെടുപ്പ് നടത്തുന്നത്. ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗർ പ്രളയകാലത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ്. ഇതേ തുടർന്ന് പ്രദേശത്തുള്ള 48 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നതാണ്. ഇതെല്ലാം അവഗണിച്ചിട്ടാണ് സ്വകാര്യ വ്യക്തിക്ക് പഞ്ചായത്ത് മണ്ണെടുപ്പിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് വീണ്ടും മണ്ണെടുപ്പ് നടത്തുന്നത്. വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുപ്പെന്നും പഞ്ചായത്ത് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്നും സെക്രട്ടറി പറഞ്ഞു. എന്നാൽ 940 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുവാനാവശ്യമായ മണ്ണെടുപ്പിനാണ് അനുമതി നൽകിയിട്ടുള്ളത്. നിലവിൽ ഇത് പൂർത്തിയാക്കിയതിനാൽ അനുമതിയുടെ കാലാവധി കഴിഞ്ഞെന്നും വീണ്ടും മണ്ണെടുക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. സ്ഥലമുടമയ്ക്ക് പകരം മണ്ണെടുക്കുന്നവരുടെ പക്കലാണ് അനുമതി നൽകിയതിന്റെ രേഖയുള്ളത്. ഇത്തരം കാര്യങ്ങൾ ദുരൂഹതയ്ക്ക് ഇടയാക്കുന്നുണ്ടെന്നും വീട് നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും നാട്ടുകാരും യൂത്ത് കോൺഗ്രസും ആരോപിക്കുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരോടും ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. മണ്ഡലം സെക്രട്ടറി PH അൻസാർ, വൈസ് പ്രസിഡന്റ് A അഭിലാഷ്, KA അജീഷ്, CS ശരത്ത്, നിഖിൽ കണ്ണൻ, ശ്യാംകുമാർ ഉദയൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തുരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസിനെയാണ് ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി ഇടുക്കൂട് പാലത്തിന് സമീപത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കുന്നത് പതിവാണ്. ബിയർ വാങ്ങിയ ശേഷം തന്ത്രപൂർവ്വം ഓരോ കുപ്പി മദ്യം വസ്ത്രത്തിനുള്ളിൽ തിരികെ വയ്ക്കും. സ്റ്റോക്കിൽ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം തോന്നിയ മാനേജർ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് മോഷണം പോകുന്നതാണെന്ന് വ്യക്തമായത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നട തുറക്കൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ഷഹനാസ്, സഞ്ജയ്, കാളിദാസൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആയുധങ്ങളുമായി എത്തിയ സംഘം ആക്രമണം നടത്തിയത്. തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട കുട്ടികളെ തിരുത്താൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നതായി പരിക്കേറ്റവർ പറഞ്ഞു. പാവറട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിന്നെ വഴി നടന്നു വരികയായിരുന്നു. അപ്പോൾ അവരൊരു കൂട്ടായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിഞ്ച് ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടുകാരെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ കൂട്ട ആൾക്കാർ വന്നു. എന്താ പറയുക, പൈപ്പിൻ്റെ വടിയൊക്കെ ആയിട്ട് പിന്നെ ഒരു കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചെറിയ ഉണ്ണികളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെയധികം ആക്രമിക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പേര് നിന്നായിരുന്നു. അപ്പോൾ നമ്മളറിയാത്ത കാര്യം വന്നിട്ട് ഭയങ്കരമായിട്ട് വന്നിട്ട് അടിക്കും, തലയ്ക്കടിക്കുക. പിന്നെ കുറേ പേരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതായിരുന്നു. കല്ലൊക്കെ എടുത്തെറിയുക, കല്ലുകൊണ്ട് കുത്തി, അങ്ങനെ കുറേ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒട്ടും നോർമലായിട്ടല്ല ബിഹേവ് ചെയ്തു. ഭയങ്കരമായിട്ടുള്ള ലഹരിക്ക് അഡിക്റ്റായുള്ള രീതിയിൽ നമ്മളോട് ഭയങ്കരമായിട്ട് പെരുമാറി. ഇത് ചെറിയ ഉണ്ണികളാന്ന് പോലും നോക്കാത്ത രീതിയിലാണ് ഭയങ്കരമായിട്ട് പെരുമാറിയത്. നമുക്ക് വെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. നമുക്ക് ഓട് മാത്രമേ നിവർത്തിനാകുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓടിയിട്ട് വേറെ കോട്ടാന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് കയറി. അവിടെ കയറിയപ്പോൾ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ട് അവിടെ വന്നിട്ട് വീണ്ടും ആക്രമിച്ചു നല്ല രീതിയിൽ. അവിടുന്ന് ഒരു വിധാനം എല്ലാവരും വന്നിട്ട് സമാധാനത്തിൽ നിൽക്കുക. ബാക്കി എല്ലാവരും ഞങ്ങൾ തല്ലി കൂട്ടി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. കുറേ പേർക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെയധികം വേദനയും നല്ല സീനൊക്കെ ഉണ്ട് കുറേ പേർക്ക്. ഇപ്പോഴും കുറേ പേർ റിക്കവർ ആയിട്ടില്ല. ഇനിയും കുറേ ഉണ്ണികൾക്ക് തല്ലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരൊന്നും അറിയാൻ കൂടി പറ്റിയിട്ടില്ല. അതാണ് അവസ്ഥ നിൽക്കുന്നത്. പിന്നെ അവർ നിരന്തരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ലഹരി വേട്ടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ എൻ്റെ തലയ്ക്കൊക്കെ ഈ സൈഡിലൊക്കെ പൈപ്പ് കൊണ്ട് അടിച്ച്, പിന്നെ വേറൊരു പയ്യൻ്റെ ഇവിടെ അടിച്ച് 3 സ്റ്റിച്ച് വരുത്തി പൈപ്പ് കൊണ്ട്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ ഒന്നുമില്ല. വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി കരിയന്നൂരിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ഗൃഹനാഥൻ ശ്വാസം കിട്ടാതെ മരിച്ചു. അയനിക്കുന്നത്ത് 63 വയസ്സുള്ള അബ്ദുള്ളയാണ് മരിച്ചത്. വീട്ടിലെ കിണറിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വൃത്തിയാക്കാൻ ഇറങ്ങിയതായിരുന്നു അബ്ദുള്ള. കിണറ്റിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഏതാനും മിനിറ്റിനുള്ളിൽ ശ്വാസം കിട്ടാനാകാതെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുന്നംകുളത്തു നിന്നും ഫയർഫോഴ്സ് എത്തി അബ്ദുള്ളയെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കയ്പമംഗലം വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വഞ്ചിപ്പുര കണക്കാട്ടുശ്ശേരി ലത, കുന്നുങ്ങൽ അജിത എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. വഞ്ചിപ്പുര ബീച്ചിൽ 25ഓളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ കുത്തേറ്റത്. കടന്നൽ കുത്തേറ്റവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണിയെടുക്കാൻ വന്നപ്പോൾ 15-ാം വാർഡിലാണ്, കയ്പമംഗലം 15-ാം വാർഡില് പണിക്ക് വന്ന് പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിരിക്കല്ലേ കടന്നലിൻ്റെ ആക്രമണം ഉണ്ടായി. ഞങ്ങളെല്ലാവരും ഓടി, 2 പേരെ ഓടിച്ചിട്ട് കുത്തി, തലയ്ക്കും മുഖത്തൊക്കെ കുത്തിക്കൊണ്ട് മുഖം വീർത്ത് അവരെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പം ട്രിപ്പൊക്കെ ലതാശാന്തെ അജിതയ്ക്ക് തലയിലാണ് കുത്തുകൊണ്ടിട്ടുള്ളത്. അങ്ങനെ അവരവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് അവിടെ നിന്ന് ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ഡോക്ടറെ കാണിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടാണ് ലതാശാന്തിന്. ഈ ശരീരമൊക്കെ ഒരു തളർച്ച പോലെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ കൊണ്ടുപോയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിന് തീപിടിച്ചു. പടിഞ്ഞാറേ നടയിൽ ശ്രീകുമാര സമാജം കോംപ്ലക്സിന് സമീപത്തുള്ള ട്രാൻസ്ഫോർമറിൽ നിന്നും എതിർവശത്തുള്ള പോസ്റ്റിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ള കേബിളിലാണ് തീപിടിച്ചത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര വളപ്പിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. ലോകമലേശ്വരം കാവിൽക്കടവ് അടിമച്ചാലിൽ വീട്ടിൽ സതീശനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കോയിപ്രം കണ്ടത്തിങ്കര വീട്ടിൽ വിഷ്ണുവിന്റെ സ്കൂട്ടറാണ് പ്രതി മോഷ്ടിച്ചത്. ഇൻസ്പെക്ടർ ബി കെ അരുൺ, സബ് ഇൻസ്പെക്ടർ കെ സാലിം, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, വിഷ്ണു, ഗോപേഷ്, ജിജിൻ എന്നിവരടങ്ങിയ സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത്. മാധ്യമങ്ങളിൽ പരസ്യം നൽകി ഇരകളെ ആകർഷിച്ച് ഓൺലൈനിൽ ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് പണം കൈമാറിയയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കടുപ്പശ്ശേരി അടമ്പുകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കാറളം സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകൃഷ്ടനായ കാറളം സ്വദേശിയെ ഷെയർ ട്രേഡിംഗിനായി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിച്ച ശേഷം വ്യാജ ലിങ്കുകൾ അയച്ച് നൽകിയായിരുന്നു തട്ടിപ്പ്. 2024 സെപ്റ്റംബർ 22-ാം തീയതി മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവുകളിലായി കാറളം സ്വദേശിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുമായി പല തവണകളായാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കിയത്. അടിസ്ഥാന വികസനം കാത്ത് പുതുക്കാട് KSRTC സ്റ്റാൻഡ് വികസന പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതായി ആക്ഷേപം. പുതുക്കാട് KSRTC സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച നടത്തുന്ന സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. മന്ത്രി KB ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയ KK രാമചന്ദ്രൻ MLA-യുടെ ആവശ്യപ്രകാരമാണ് KSRTC MD ഉൾപ്പെടെയുള്ളവരുടെ സംഘം എത്തുന്നത്. KSRTC തൃശൂർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കീഴിലുള്ള ഓപ്പറേറ്റിംഗ് സെന്ററാണ് പുതുക്കാട്ടേത്. അളഗപ്പ നഗർ, പുതുക്കാട് പഞ്ചായത്തുകളിലെ 4 ഏക്കർ വരുന്ന സ്ഥലത്താണ് KSRTC പുതുക്കാട് ഡെപ്പോ പ്രവർത്തിക്കുന്നത്. ഇതിൽ 3 ഏക്കറോളം വരുന്ന സ്ഥലം ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടപ്പാണ്. KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്ററും വർക്ക്ഷോപ്പും 1 ഏക്കർ വരുന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി സ്റ്റാൻഡ് വിപുലീകരിക്കണമെന്നതും അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കണമെന്നതും കാലങ്ങളായുള്ള ആവശ്യമാണ്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതുക്കാട് സ്റ്റാൻഡ് KSRTCയുടെ ഹബ്ബാക്കി മാറ്റുമെന്ന് നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നു. സ്റ്റാൻഡിനനുബന്ധമായി ഷോപ്പിംഗ് കോംപ്ലക്സ്, ഭക്ഷണശാല, വിശ്രമമുറി എന്നിവയും ഉൾപ്പെടുത്തിയായിരുന്നു പദ്ധതി. പാലക്കാട്, കോയമ്പത്തൂർ, ബാംഗ്ലൂരു സർവീസുകൾക്ക് തൃശൂർ ടൗണിൽ പ്രവേശിക്കാതെ സർവീസ് നടത്താൻ പുതുക്കാട് ഹബ്ബ് പ്രയോജനപ്പെടുത്താനാകും. നിലവിൽ എറണാകുളം കോയമ്പത്തൂർ, പത്തനാപുരം കോയമ്പത്തൂർ, പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസുകൾ തൃശൂർ സ്റ്റാൻഡിലേക്ക് പോകാതെയാണ് ദേശീയപാതയിലൂടെ കടന്നുപോകുന്നത്. സൂപ്പർഫാസ്റ്റ് സർവീസ് ഇല്ലാത്ത പുതുക്കാട് സ്റ്റാൻഡിന് അടിയന്തരമായി അനുവദിക്കേണ്ടത് ദീർഘദൂര സർവീസുകളാണ്. യാത്രക്കാർക്ക് ഇരിപ്പിടങ്ങളും വിശ്രമത്തിനുള്ള സൗകര്യവും ഇവിടെ അപര്യാപ്തമാണ്. ദേശീയപാതയിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പുതുക്കാട് സ്റ്റാൻഡിൽ ഭക്ഷണ സൗകര്യമോ ക്യാൻറ്റീൻ സൗകര്യമോ ഒരുക്കണമെന്ന ആവശ്യവും യാത്രക്കാർക്കുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ജനകീയ സമരസമിതി പന്തംകുളത്തി പ്രകടനം നടത്തി. ഫെൻസിംഗ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, ചാലക്കുടിയിലെ കുറ്റിക്കാടുകൾ ഉടൻ വെട്ടിമാറ്റുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. വെറ്റിലപ്പാറ പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പന്തംകുളത്തി പ്രകടനം അരൂർമൊഴി സെന്ററിൽ സമാപിച്ചു. സ്ത്രീകളടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് പ്രകടനത്തിന് നേതൃത്വം നൽകി.
ഏകദേശം 1 മാസക്കാലമായി ഇങ്ങനെ ഒരു സമിതി രൂപീകരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ മതത്തിലും ജാതിയിൽ ഉൾപ്പെട്ടവരുടെ ഒരു സംവിധാനം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി നമ്മൾ ദേശീയപാതയിൽ പോട്ടാക്കവലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുചെരിഞ്ഞു. ആളപായമില്ല. ഇരിങ്ങാലക്കുട ചാലക്കുടി റൂട്ടിലോടുന്ന ചീനിക്കാസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്റ്റിയറിംഗ് തകരാറിലായതിനെ തുടർന്നാണ് ബസ് നിയന്ത്രണം വിട്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സർവീസ് റോഡിലേക്കാണ് ബസ് ചെരിഞ്ഞു നിന്നത്. നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. പഞ്ചായത്ത് അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ റിട്ടയർഡ് അധ്യാപകന്റെ ഒറ്റയാൾ സമരം. പാടൂർ സ്വദേശി KR ജോർജാണ് വെങ്ങടങ്ങ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തിയത്. വെങ്ങടങ്ങ് പഞ്ചായത്തിലെ വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ വിദ്യാർത്ഥി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വിൽസൺ പണ്ടാരവളപ്പിൽ, സോമശേഖരൻ വെണ്ണേങ്കോട്ട്, PR റഷീദ്, KE ലാസർ എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാം കാണുകയാണ്. ഇന്ന് എല്ലാ റോഡും നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി അതുക്കും മേലെ എന്ന് പറഞ്ഞ് നമ്മുടെ MLA പോലും ഒരു റോഡിന്റെ പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിൽ ഭദ്രകാളിക്ക് മകംതുഴൽ ചടങ്ങ് നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻ, സെക്രട്ടറി MC മനോജ് കുമാർ, ട്രഷറർ വേണുഗോപാൽ, ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ കടവിൽ, MV ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, കൌൺസിലർ TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ കൂട്ടുകാരിയായ ഷേർലി കൂടി വിരമിക്കുന്നുണ്ട്. എന്റെ ഒപ്പം പഠിച്ച കുട്ടിയാണ് ഷേർലി. പോർക്കളങ്ങാട് ശ്രീ വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്ര ഉത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കൽ പറയുണ്ടാകും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. തുടർന്ന് 11 പ്രാദേശിക പൂര കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ആരംഭിക്കും. രാത്രി യുവമേള പ്രമാണി ഗുരുവായൂർ അനിരുദ്ധ് നയിക്കുന്ന പാണ്ടിമേളം നടക്കും. ക്ഷേത്ര ഭാരവാഹികളായ അനിൽ കണ്ടേങ്ങത്ത്, ശ്രീജിൽ കണ്ടേങ്ങത്ത്, രതീഷ് കാണിയത്ത്, റനീഷ് ഇടവന, വിജയൻ ചുണ്ടപുരയ്ക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലയുടെ തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം നടന്നു. AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ ഡയാലിസിസ് കിറ്റ് വിതരണോദ്ഘാടനം ജില്ലാ സെക്രട്ടറി ലിജോ P ജോസഫ്, കുന്നംകുളം മേഖലാ കാരുണ്യ പ്രവർത്തന കോർഡിനേറ്റർ CJ ഫ്രാൻസിസിന് നൽകി നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PY റാഫി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ്, ജില്ലാ ട്രഷറർ സുനിൽ, മേഖലാ ഇൻചാർജ് ഷാജി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MJ സിജോ തുടങ്ങിയവർ സംസാരിച്ചു. ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം കുന്നംകുളത്ത് നടന്നു. EWU ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. CITU കുന്നംകുളം ഏരിയ പ്രസിഡന്റ് മുരളീധരൻ, EWU ജില്ലാ ട്രഷറർ KM റോയ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KC സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. മാങ്കുറ്റിപ്പാടത്തെ കടവിൽ നടന്ന ആറാട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി കുഴിവേലി നഗരണമന നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുധീഷ് തുമ്പരത്തി, സെക്രട്ടറി ബാബു ചില്ലമ്പട്ടശ്ശേരി, ട്രഷറർ സിജു ആനാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൈപ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വഞ്ചിപ്പുര ബീച്ചിൽ നിർമ്മിച്ച വാട്ടർ കിയോസ്ക് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PA ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, UY ഷമീർ, സിബിൻ അമ്പാടി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PN ആശ തുടങ്ങിയവർ സംസാരിച്ചു. മാള BRCയുടെ ഉല്ലാസപ്പറവുകൾ എന്ന പേരിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായുള്ള സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിനെത്തിയ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസും BRCയിലെ പരിശീലകരും നൃത്തച്ചൂട് വെച്ചപ്പോൾ വൈകല്യം മറന്ന കുട്ടികളും ഒപ്പം ചേർന്നു. മാള ബ്ലോക്ക് പരിധിയിലെ 40ഓളം കുട്ടികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. മാള ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, KR ജോജോ, ബിന്ദു ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PK ഡേവിസ്, ശോഭന, ഗൂഗിൾനാഥ്, BRC BPC ഡോക്ടർ P ലിജു തുടങ്ങിയവർ സംസാരിച്ചു. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നടതുറക്കൽ ഉത്സവം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്ന് നാഗസ്വരം, ചെണ്ടമേളം, ശിങ്കാരിമേളം, കാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവയും വിവിധ കമ്മിറ്റികളുടെ താലങ്ങളും രാത്രി വാദ്യമേളങ്ങളോടെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അരുൺകുമാർ കാർമ്മികത്വം വഹിച്ചു. ആഘോഷ ചടങ്ങുകൾക്ക് ട്രസ്റ്റി K കുഞ്ഞുണ്ണി, T സുരേഷ് കുമാർ, CN സോമനാഥൻ, സാബു പിള്ളാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. 2 കോടി രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ 9 മുറികളുള്ള ബഹുനില കെട്ടിടമാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് NS ശാലിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂരിൽ ലോഡ് ഇറക്കുന്നതിനിടെ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മറിച്ചു. ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. അപകട വിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 865 രൂപ, പവന് 64,520 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,396 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ച് MLA AP അനിൽകുമാർ. കഴകപ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകി ജീവനക്കാരൻ ബാലു. ജാതി വിവേചനത്തിനെതിരെ SNDP യോഗം, യൂത്ത് മൂവ്മെന്റ് മാർച്ച് നടത്തി. വേനൽ ചൂടിന് ആശ്വാസമേകി ജില്ലയിൽ പരക്കെ മഴ. ഒറ്റമഴയിൽ ദേശീയപാത ആമ്പല്ലൂർ വെള്ളക്കെട്ടിലായി. ശക്തമായ കാറ്റിൽ ചേർപ്പിൽ 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വെള്ളിക്കുളങ്ങരയിൽ മിന്നലിൽ തെങ്ങ് കത്തി. വലിയക്രമണലിയിൽ തണ്ണീർത്തട നികത്തിൽ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകി. വേലൂർ തയ്യൂരിലെ മൈലാടിക്കുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ച് വീണ്ടും മണ്ണെടുത്തു. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് ഷോപ്പിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തുരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസ് ആണ് അറസ്റ്റിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.